ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വൈജയന്തി ഇപ്പോൾ വന്ന് മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട്. ഈ അപമാനം സഹിച്ച് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. എൻ്റെ മക്കളെയും വിളിച്ചുകൊണ്ട് ഞാൻ ശിവേട്ടനോട് പറഞ്ഞിട്ട് ഈ വീട് വിട്ടു പോകും എന്നൊക്കെ പറയുന്നു. അങ്ങനെ വൈജയന്തി പോകുന്നുണ്ട്. ഈ സമയം മുത്തശ്ശി ആകെ വിഷമിച്ചിരിക്കുകയാണ്. വൈജയന്തി ഇപ്പോൾ നേരെ വന്നിരിക്കുന്നത് അടുക്കളയിലേക്കാണ്, അലീനയുടെ അടുത്തേക്ക്. നീ ജയിച്ചു എന്നാണോ നിൻ്റെ വിചാരം? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ ജയിക്കാൻ വേണ്ടി ആരോടും മത്സരിക്കുന്നില്ലായിരുന്നു. ജയവും യുദ്ധവും മത്സരവും ഒക്കെ നടക്കുന്നത് മാഡത്തിൻ്റെ മനസ്സിലാണ്. അത് ഞാൻ അറിയുന്നു പോലുമില്ല എന്നൊക്കെ അലീന പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഇവിടുന്ന് തോൽപ്പിച്ച് പറഞ്ഞയച്ചതല്ലേ, പിന്നെന്തിനാ നീ ഇങ്ങോട്ട് തിരിച്ചു വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പോയതാണല്ലോ, എന്നെ തിരിച്ച് കൂട്ടിക്കൊണ്ട് വന്നത് സാറല്ലേ, സാറ് പറയാതെ ഞാൻ എങ്ങനെയാ പോകുന്നത് എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതെന്താ സാറിൻ്റെ കൈയും കാലും കൊണ്ടാണോ നീ നടക്കുന്നത്? അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞിട്ട് വേണോ നിനക്ക് പോകാൻ? വേണമെങ്കിൽ അങ്ങ് പോയാൽ പോരെ? നിന്നെ ദത്തുപുത്രിയായിട്ട് അങ്ങ് ഏറ്റെടുത്തല്ലോ ബാലേന്ദ്രൻ. അത് നീ ചോദിച്ച് മേടിച്ചതായിരിക്കുമല്ലേ, നിനക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അതൊക്കെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീന ഇപ്പോൾ പറയുന്നുണ്ട്, ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിട്ടുള്ളൂ. അത് മേഡം എന്നെങ്കിലും എന്നെ മകളായിട്ടൊന്ന് കാണണം, എന്നെ മകളെ എന്ന് അല്ലെ മോളെ എന്നൊന്ന് വിളിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് കേട്ടപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നിന്നെ മകളായിട്ട് കാണാനോ? നീ എത്ര ജനിച്ചാലും നിന്നെ ഞാൻ എൻ്റെ മകളായിട്ട് അംഗീകരിക്കില്ല. അങ്ങനെ കാണണമെങ്കിൽ നിൻ്റെ ഈ ശരീരത്തിലൂടെ എൻ്റെ ബ്ലഡ് ഉണ്ടാകണം, എൻ്റെ ഈ വയറ്റിലുണ്ടാകണം. എൻ്റെ 3 മക്കളും ഉണ്ടായിരിക്കുന്നത് എൻ്റെ ഈ വയറ്റിൽ നിന്നാണ്. അവരുടെ ഒപ്പം നിർത്താനുള്ള എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? അതൊന്നും ഈ ജന്മം നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇപ്പോൾ വൈജയന്തി ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അലീന. ബാലചന്ദ്രൻ നിന്നെ മകളായിട്ട് കണ്ടു, ദത്തുപുത്രിയാക്കി എന്നൊക്കെ പറയും, പക്ഷേ ഒരിക്കലും ഞാനത് അംഗീകരിച്ചു തരില്ല. ഇത്രയും പറഞ്ഞ് വൈജയന്തി ഇപ്പോൾ പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞു നടന്ന് വന്ന് വീണ്ടും പറയുന്നു, അതെ, നീ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്ക്, ഞാനും നീയും കൂടെ ഒരുമിച്ച് ഈ വീട്ടിൽ വാഴില്ല. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, ഇതിലേത് വേണമെന്ന് ഞാനൊന്ന് തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വൈജയന്തി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അലീന. ശേഷം ഇപ്പോൾ ചായയൊക്കെ ഇട്ട് അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. മുത്തശ്ശി അലീനയെ കണ്ടിട്ട് വലിയ ഇഷ്ടമൊന്നും കാണിക്കാതെ ഒരു ചെറിയ പരിഭവത്തോട് കൂടിയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അലീന ഇപ്പോൾ മുത്തശ്ശിയുടെ കയ്യിലേക്ക് ആ ചായ കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി റിലാക്സ് ചെയ്യുവാണോ? ഇനി എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യാലോ, എഴുന്നേറ്റ് നടക്കാനൊക്കെ ശ്രമിച്ചായിരുന്നോ എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഓ അതിനൊക്കെ ആരെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അലീന ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി എന്നെ ഇവിടുന്ന് ഓടിച്ചു വിട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പയ്യെ എഴുന്നേറ്റ് നടക്കാമായിരുന്നു, ബെൽറ്റൊക്കെ ഒന്ന് മാറി ആശുപത്രിയിലൊക്കെ ഒന്ന് പോകാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് അതൊക്കെ സാധിക്കുന്നത്? നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, എന്തൊക്കെ പറഞ്ഞാലും വൈജയന്തി എൻ്റെ മകളല്ലേ, അവളുടെ മനസ്സ് വേദനിക്കുമ്പോൾ എനിക്കും വേദനിക്കില്ലേ? അതെന്താ നീ മനസ്സിലാക്കാത്തത്? നിന്നെ ബാലചന്ദ്രൻ ദത്തുപുത്രിയായിട്ടൊക്കെ പ്രഖ്യാപിച്ചല്ലോ, അത് നീ പറഞ്ഞിട്ടാണോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ, ആ ഒരു പദവി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പത്മശ്രീയും പത്മഭൂഷണമൊക്കെ ഒരുപാട് വിലയുള്ളൊരു സ്ഥാനമാണ് എന്നൊക്കെ അലീന പറയുമ്പോൾ ഇപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് നിന്നെ ഇരുത്തുന്നത് വൈജയന്തിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഉടനെ ഇപ്പോൾ അലീന പറയുകയാണ്, ഇഷ്ടപ്പെടണ്ട, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനേ സാധിക്കൂ. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് വെറുതെ തോന്നുന്നതാണ്. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ വീട് ഇല്ലാതാകുകയുള്ളൂ എന്നൊക്കെ ഇപ്പോൾ അലീന പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, നീ ഇവിടെ ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ നിൽക്കില്ലെന്നാണ് വൈജയന്തി പറയുന്നത്. ഇത് കേട്ട് അലീന പറയുകയാണ്, അതിപ്പോൾ ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് കേട്ടിട്ടില്ലേ? അതാണിവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ പഴഞ്ചൊല്ലെന്തിനാ നീ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നു. പിന്നല്ലാതെ, ഈ വീടിൻ്റെ അധികാരി, ഈ വീട്ടിൽ രാജ്ഞിയെപ്പോലെ കഴിയേണ്ട ഒരാൾ ഒരു വേലക്കാരിയെ പറഞ്ഞുവിടാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഈ വീട് വിട്ടിറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതയാളുടെ കഴിവുകേടായിട്ടല്ലേ കാണാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്നൊക്കെ ഇപ്പോൾ അലീന പറയുന്നു. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, കാപ്പി ചൂടാറാതെ കുടിക്കുക, അതിനുശേഷം ഈ മുഷിഞ്ഞ ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ മാറി ഒന്ന് കുളിച്ച് ഈ മുഷിഞ്ഞ ഡ്രസ്സും കൂടെ ഒക്കെ ഒന്ന് മാറാം. ഞാൻ റെഡിയാ, മുത്തശ്ശി റെഡിയല്ലേ എന്ന് ചോദിച്ചിട്ട് അലീന ഇപ്പോൾ പോകുന്നുണ്ട്. മുത്തശ്ശി അപ്പോഴും വിഷമത്തിൽ തന്നെയാണ്. ശേഷം ഇപ്പോൾ വൈജയന്തിയാണ് കാണിക്കുന്നത്. വൈജയന്തി കമലയെ വിളിക്കുന്നുണ്ട്. കമലയാണെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വൈജയന്തിയാണ് വിളിക്കുന്നതെന്ന് കണ്ട് TV ഒക്കെ ഓഫ് ചെയ്ത് എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്.
വൈജയന്തി കമലയോട് പറയുകയാണ്, ഞാൻ വിളിച്ചത് വേറൊന്നിനുമല്ല, ബാലചന്ദ്രൻ തിരിച്ചു വന്നു എന്ന് പറയാനാണ്. ഉടനെ തന്നെ കമല ചോദിക്കുന്നുണ്ട്, ആ അലീനയും കൂടെയുണ്ടോ എന്ന്. ഉടനെ വൈജയന്തി പറയുന്നുണ്ട്, പിന്നെ അവൾ കൂടെ ഇല്ലാതിരിക്കുമോ? അവൾ ബാലേന്ദ്രൻ്റെ കൂടെ കയറി വരുന്നത് കണ്ടപ്പോൾ എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് വിറഞ്ഞ് കയറി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ കമല പറയുന്നുണ്ട്, ഇത് ഒരിക്കലും അനുവദിച്ച് കൊടുക്കരുത്. ഉടനെ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യാനാ? ഇവിടെ കയറി വന്നിട്ട് വേറൊരു പ്രഖ്യാപനം കൂടി നടത്തി, ഇനി മുതൽ അലീന ബാലേന്ദ്രൻ്റെ മകളാണെന്ന്. അങ്ങനെയൊക്കെ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്, മകളോ? ബാലേന്ദ്രൻ എന്താ മകളില്ലാഞ്ഞിട്ടാണോ അങ്ങനെ ദത്തെടുക്കുന്നത്? ഇതൊക്കെ വെറും അഭ്യാസമാണ്, മറയാണ്. നീ ഇത് അനുവദിച്ച് കൊടുത്തൂടാ. ഇതെല്ലാം അവൻ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും മിണ്ടാതെ നിന്നോ? നിന്റെ മക്കളൊന്നും പ്രതികരിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എങ്ങനെ പ്രതികരിക്കാനാ? ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, അലീനയ്ക്ക് ഇനി മുതൽ ഈ 3 മക്കളുടെ എല്ലാ അവകാശങ്ങളും ഈ വീട്ടിലുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആര് പ്രതികരിക്കാനാ? രോഹിത് ഓരോ തെമ്മാടിത്തരം കാണിച്ചു വെച്ചത് കൊണ്ട് അവനും ഒരു കാര്യവും മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തി. ബബിതയ്ക്കാണെങ്കിൽ ബാലചന്ദ്രനെ പേടിയാണ്. പിന്നെ കൃഷ്ണമോളുടെ കാര്യം പറയുകയേ വേണ്ട. അവൾ പണ്ട് മുതലേ അച്ഛൻ പറയുന്നത് ശരിയെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കമല പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നീ ഇത് അനുവദിച്ചു കൊടുക്കരുത്. നീ കട്ടയ്ക്ക് നിന്നോണം. ഞാനേതായാലും ശിവേട്ടനെ ഒന്ന് വിളിക്കാം. നീ രാജീവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ. നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ ബാലേന്ദ്രനെ ജയിക്കാൻ വിടരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടിപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എങ്ങനെങ്കിലും ഇതിനൊരു പരിഹാരം കാണണം. ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി കമലയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈജയന്തിക്ക് ഒരു കോള് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് വൈജയന്തി. ഇപ്പോൾ ഫോൺ വെച്ചതിന് ശേഷം കമലയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. ഇപ്പോൾ മനു ഒരാഴ്ചയ്ക്ക് ശേഷം എറണാകുളത്ത് നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ മനുവിന് ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നത് രഞ്ജു ആണ്. എന്നിട്ട് രഞ്ജു ഇപ്പോൾ പറയുന്നുണ്ട്, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ? ബാലേന്ദ്രൻ അങ്കിൾ തിരിച്ചു വന്നു. ഇത് കേട്ടിട്ട് മനു ചോദിക്കുന്നുണ്ട്, അത് സംഭവിച്ചോ എന്ന്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, സംഭവിച്ചെന്ന് മാത്രമല്ല, അലീനയും കൂടെയുണ്ട്. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അവിടെ അത്രയും വലിയ കാര്യങ്ങളൊക്കെ നടന്നോ? എന്നാൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് മനു പോയി ഇരിക്കുന്നുണ്ട്. അങ്ങനെ രഞ്ജുവും പോയിരിക്കുന്നു. എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ വിവരിച്ച് പറയുകയാണ് മനുവിനോട്. ബാലേന്ദ്രൻ അങ്കിൾ അലീനയെ സ്വന്തം മകളായി പ്രഖ്യാപിച്ചു എന്നൊക്കെ രഞ്ജു പറയുമ്പോൾ, പോടി, അങ്ങനൊന്നും ഞാനിത് വിശ്വസിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നുണ്ട്. സത്യമായിട്ടും അങ്ങനെ നടന്നു. അതുകൂടാതെ ഒരു കാര്യവും കൂടെ നടന്നു. അത് അംഗീകരിക്കാൻ പറ്റാത്ത ആരെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിൽ ഇറങ്ങിപ്പൊക്കോ. അവർക്ക് താമസിക്കാനായിട്ട് വീടോ ഡോർമെട്രിയോ അല്ലെങ്കിൽ ഹോസ്റ്റലോ എന്ത് വേണമെങ്കിലും റെഡിയാക്കി കൊടുക്കാമെന്ന് അങ്കിൾ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ രഞ്ജു പറയുന്നു. ഉടനെ മനു ചോദിക്കുന്നുണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ട് ആൻറ്റി ഒന്നും മിണ്ടിയില്ലേ? ഇത് കേട്ട് രഞ്ജു പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പം മിണ്ടാൻ പറ്റുമോ? അടിച്ചമർത്തി വെച്ചേക്കുമല്ലേ. പക്ഷേ അതൊന്നുമല്ല, അണിയറയിൽ ഇനിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാം എന്നൊക്കെ ഇങ്ങനെ രഞ്ജു പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞതെന്ന്. ഉടനെ രഞ്ജു പറയുന്നുണ്ട്, ഇത് ആൻറ്റി അമ്മയെ വിളിച്ച് പറഞ്ഞതാണെന്ന്. ഇങ്ങനൊരു കാര്യം സംഭവിച്ചതുകൊണ്ട് മനുവേട്ടന് സന്തോഷമായില്ലേ എന്നൊക്കെ രഞ്ജു ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എനിക്കെന്തിനാണ് ഇത്ര സന്തോഷമെന്ന്. ഉടനെ രഞ്ജു പറയുകയാണ്, എനിക്കറിയാം അലീന തിരിച്ചു വന്നതിൽ ഏട്ടന് സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. പാവമാണോ എന്ന്. ഒരു വേലക്കാരിക്ക് വീട്ടിലുള്ള എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ അങ്ങനെ പാവമായിട്ട് കൂട്ടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അവളെ വേലക്കാരിയായിട്ട് നമ്മളല്ലേ കണ്ടിരിക്കുന്നത്. ശരിക്കും അവളൊരു ഝാൻസി റാണിയാണെന്നാണ് മനു പറയുന്നത്. എന്തായാലും മനുവിന് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. രഞ്ജു പറയുന്നുണ്ട്, ഇതൊന്നും ഇവിടം കൊണ്ട് തീരില്ല. അണിയറയിൽ പൊട്ടിത്തെറിക്കാനുള്ള എല്ലാ ഗൂഢാലോചനകളും നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഓരോന്നും ആലോചിച്ചിരിക്കുകയാണ് മനു. ഇനിയിപ്പോൾ അലീന ശരിക്കും അങ്കിളിൻ്റെ മകളാണെങ്കിലോ? അതുകൊണ്ടാണോ അങ്കിൾ ഇത്രയും ബലം പിടിക്കുന്നത് എന്നൊക്കെ എനിക്കൊരു സംശയമുണ്ട് എന്നിങ്ങനെ രഞ്ജു പറയുന്നു. ഉടനെ മനു പറയുന്നുണ്ട്, ഇത് അങ്ങനൊന്നും ആയിരിക്കില്ല. എന്താ സംഭവമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഇപ്പോൾ മനു അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് രഞ്ജുവിനോട് പറയുന്നുണ്ട്, എനിക്കൊരു ബ്ലാക്ക് കോഫി ഇട്ട് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, കോഫിയൊക്കെ ഇട്ട് തരാം, പക്ഷേ എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം മനു റൂമിലേക്ക് പോകുന്നുണ്ട്. രഞ്ജു കാപ്പി ഇടാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നു. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അലീനയാണ്. അലീന രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ തൂക്കുന്നുണ്ട്. അപ്പോൾ പത്രം വരുന്നു. പത്രമൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് പിന്നെ അത് വരാന്തയിൽ കൊണ്ടുവച്ചിട്ട് പിന്നെയും മുറ്റം തൂക്കാനായി പോകുന്നു. അപ്പോൾ അവിടേക്ക് കൃഷ്ണമോൾ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ ദത്തുപുത്രി പണിയെല്ലാം ഏറ്റെടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പിന്നെ അല്ലാണ്ട്
എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് കൃഷ്ണമോൾ ആ ചൂലിങ്ങനെ പിടിച്ച് മേടിക്കുന്നുണ്ട്. ഉടനെ അലീന പറയുന്നുണ്ട്, വേണ്ട, നീ പോയിരുന്ന് പഠിച്ചോ. അതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, ഞാൻ മിറ്റം അടിച്ചോളാം, ചേച്ചി പോയി ചായ ഇട്. അങ്ങനെയൊക്കെ ഇപ്പോൾ കൃഷ്ണമോൾ പറയുന്നത് കേട്ട് അലീന ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അതെ, നീ എന്നെ ശരിക്കും അങ്ങ് അംഗീകരിച്ചോ? ഉടനെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, പിന്നല്ലാതെ, ഞാൻ ദത്തുപുത്രിയായിട്ടൊന്നുമല്ല, അതൊക്കെ മേലെയാ അംഗീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഞാൻ നിന്റെ ചേച്ചിയാണെന്ന് ആരാ പറഞ്ഞത് എന്ന് അലീന ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞില്ലേലും എനിക്ക് അങ്ങനെ തന്നെയാണ് എന്നൊക്കെ കൃഷ്ണമോൾ ഇപ്പോൾ പറയുന്നു. ഇതൊക്കെ കേട്ട് അലീനയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അലീന ഇപ്പോൾ ചെന്ന് ചായയൊക്കെ ഇട്ട് ചായയും എടുത്ത് പത്രമൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ബാലേന്ദ്രൻ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഏകദേശം 85 ഡിഗ്രി ചൂടുണ്ട്, അത് മതിയോ എന്നിങ്ങനെ കളിയാക്കി ഇങ്ങനെ അലീന ചോദിക്കുന്നത് കേട്ട് ഇങ്ങനെ അലീനയുടെ ചെവിക്ക് ഇങ്ങനെ ഒരു നുള്ളു കൊടുക്കുകയാണ് ബാലേന്ദ്രൻ. എന്നിട്ടിപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, താഴത്തെ കാര്യങ്ങൾ എങ്ങനെയായി, എല്ലാവരും മിണ്ടുന്നുണ്ടോ? ഉടനെ ഇപ്പം അലീന പറയുകയാണ്, എല്ലാവരും മിണ്ടുന്നൊന്നുമില്ല, കൃഷ്ണമോൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ എന്നെ ചേച്ചിയായിട്ട് തന്നെ അംഗീകരിച്ചു. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കൃഷ്ണമോൾക്ക് എൻ്റെ ജീനാണ്, വൈജയന്തിയുടെ ജീൻ കുറവാണെന്ന് പറയുന്നു. രോഹിത്തും ബബിതയൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അവർക്ക് പണ്ടേ ദേഷ്യമാണല്ലോ, അവർ മിണ്ടുന്നില്ല എന്നൊക്കെ പറയുന്നു. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വൈജയന്തി കാലുവെന്ത പട്ടിയെപ്പോലെ നടക്കുകയാണ് എന്നെനിക്കറിയാം, അതുകൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും എന്ന് പറയുന്നു. എങ്ങനെയുണ്ട് ദത്തുപുത്രി സ്ഥാനം, ഇഷ്ടപ്പെട്ടോ എന്ന് ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്കതിനകത്ത് വലിയ ഫീലിങ്സ് ഒന്നും തോന്നിയില്ല എന്നിങ്ങനെ അലീന പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നശിപ്പിച്ചു. എന്നിട്ട് വീണ്ടും അലീന പറയുന്നുണ്ട്, ഞാനിവിടെ വന്ന് കയറിയ കാലം തൊട്ട് സാറിനെ ഞാൻ എൻ്റെ അച്ഛനായിട്ട് തന്നെയാണ് കണ്ടത്. എൻ്റെ കൂടപ്പിറപ്പുകളുടെ അച്ഛൻ എൻ്റെയും അച്ഛനല്ലേ. ആ അച്ഛൻ്റെ ശബ്ദവും നടത്തവും പെരുമാറ്റവും കണ്ണും അങ്ങനെ എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ ബാലേന്ദ്രൻ ഇത് കേട്ട് ആകെ സങ്കടമൊക്കെ ആവുന്നുണ്ട്. എന്നിട്ടിങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ മുഖത്തേക്ക് തന്നെ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് അലീന പറയുകയാണ്, ഈ അച്ഛൻ്റെ മകളായിട്ട് ഈ വീട്ടിൽ ജനിച്ചില്ലല്ലോ എന്ന് എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു ഇവിടെ വന്ന് കയറിയ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആ സങ്കടം ഇപ്പോഴും ഉണ്ടോ എന്ന്. അപ്പോൾ അലീന പറയുകയാണ്, ഇപ്പോഴില്ല, ആ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എനിക്ക് നന്നായി അറിയാം. ഉടനെ അത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ സ്ഥാനം എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് അറിയില്ല. അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അലീന. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.